നമസ്കാരം. ഒരു പകലിന്റെ സമഗ്രമായ വാർത്താ ചിത്രത്തിലേക്ക് സ്വാഗതം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിനിടെ രാജ്യത്ത് CAA നടപ്പിലാക്കി കേന്ദ്ര സർക്കാർ. 14 പേരുടെ അപേക്ഷ അംഗീകരിച്ച് പൗരത്വം നൽകി. ആഭ്യന്തര സെക്രട്ടറി പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആദ്യ പൗരത്വ സർട്ടിഫിക്കറ്റ് പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികൾക്ക്. ഡ്രൈവിംഗ് സ്കൂൾ സമരം പിൻവലിച്ചു. പരിഷ്കാരങ്ങൾ പിൻവലിക്കുന്നെന്ന് ഗതാഗത മന്ത്രി. പരിഷ്കരണത്തിൽ സമൂല മാറ്റം. KSRTC ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച വിജയം. പന്തീരാങ്കാവ് സ്ത്രീധന പീഡന കേസിൽ SHOയ്ക്കെതിരെ നടപടി. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ സരിൻ ASന് സസ്പെൻഷൻ. പ്രതി രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ. കോട്ടയം സ്വദേശിനിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തി. പരാതിക്കാരിയെ അധിക്ഷേപിച്ച് രാഹുലിന്റെ കുടുംബം. കാസർഗോഡ് പടന്നക്കാട് തട്ടിക്കൊണ്ടുപോയ കുട്ടി ലൈംഗിക പീഡനത്തിനിരയായെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. സ്വർണം കവർന്ന ശേഷം അക്രമികൾ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചു. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. സംസ്ഥാനത്തെ ഗുണ്ടാ വിളയാട്ടം തടയാൻ പോലീസ്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ വ്യാപകമായ പരിശോധന. തൃശൂരിലെ ഗുണ്ടാ പാർട്ടിയിലും കാപ്പ പ്രതികളുണ്ടെന്ന് സംശയം. തിരുവനന്തപുരം വെള്ളറടയിൽ വീടിന് നേരെ ആക്രമണം. നാട് ഗുണ്ടകളുടെ നിയന്ത്രണത്തിലെന്ന് VD സതീശൻ. +1 സീറ്റ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ മുസ്ലിം ലീഗ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം അംഗീകരിക്കാനാവില്ലെന്ന് നേതാക്കൾ. മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമമെന്ന് V ശിവൻകുട്ടി. എല്ലാ കുട്ടികൾക്കും സീറ്റ് ഉറപ്പാക്കും. രാജ്യസഭാ സീറ്റ് തർക്കത്തിന് പിന്നാലെ ജോസ് കെ മാണിക്കായി ചൂണ്ടയിട്ട് കോൺഗ്രസ് മുഖപത്രം. കേരള കോൺഗ്രസ് എമ്മിന് വീക്ഷണം ലേഖനത്തിലൂടെ UDFിലേക്ക് ക്ഷണം. ഘടകകക്ഷികൾക്ക് പിന്തുണ നൽകാത്തതാണ് CPMന്റെ ചരിത്രമെന്നും ഓർമ്മപ്പെടുത്തൽ. വീക്ഷണം ലേഖനത്തെ തള്ളി VD സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. കടലുണ്ടിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ശരീരത്തിൽ അമീബ കയറി. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തവും പടരുന്നു. വേനൽ മഴ കൂടുതൽ ശക്തമാകുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. വിശദമായി തന്നെ ഇന്നത്തെ വാർത്താ ചിത്രത്തിലേക്ക് കടക്കുമ്പോൾ പന്തീരാങ്കാവ് ആ പീഡനക്കേസായിരുന്നു ഇന്നത്തെ പകൽ ദിനം വാർത്തകൾ നിറഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ പന്തീരാങ്കാവിൽ നവവധുവിനെ പീഡിപ്പിച്ചെന്ന കേസിൽ SHOയ്ക്കെതിരെ നടപടി. സസ്പെൻഷൻ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. പന്തീരാങ്കാവ് SHO AS സരിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഉത്തരമേഖല IG ആണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. MS അനീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ്, പോലീസിന്റെ വീഴ്ച അത് അംഗീകരിക്കപ്പെട്ടിരുന്നു പൊതുവിൽ. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ആ പെൺകുട്ടിയുടെ പിതാവ് സംസാരിക്കുമ്പോഴും ഈ SHO ഗൗരവത്തോടെ വിഷയത്തെ കേട്ടില്ല എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അച്ചടക്ക നടപടി? സജിത്ത്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് SHOയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കേവലം ഒരാഴ്ച മാത്രം ആയുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന്, ശാരീരിക മാനസികമായ പീഡനത്തിന് ഈ യുവതി ഇരയായത്. ഇതിനുശേഷം കുടുംബം അവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ, അവരുടെ വീട്ടിലെ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് മകളുടെ ദൈന്യത നിറഞ്ഞ അവസ്ഥ മനസ്സിലാക്കുകയും നേരെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ആ പോലീസ് സ്റ്റേഷനിൽ പ്രതിയുമായി, അല്ലെങ്കിൽ മറുവശത്ത് ആക്രമിച്ചു എന്ന് പറയുന്ന ആളുമായി തോളിൽ കൈയിട്ട് നിൽക്കുന്ന പോലീസുകാരെയാണ് കാണേണ്ടി വന്നതെന്ന് കുടുംബം പറയുമ്പോൾ എത്രമേൽ ഭീതിജനകമായ ഒരു അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അത് അങ്ങേയറ്റം ഗൗരവമില്ലാത്ത രീതിയിലാണ്
SHO കൈകാര്യം ചെയ്യുകയും ചെയ്ത് പിന്നീട് പല വഴിക്കായി കുടുംബം ഇക്കാര്യം പറയുകയും മാധ്യമങ്ങളിലൂടെ ഈ വിഷയം ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തകർ, വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ശക്തമായ നിലപാടിലേക്ക് എത്തുകയും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു അന്വേഷണത്തിനായി നിർദ്ദേശം നൽകുകയും ഫാറൂഖ് ACP ഇക്കാര്യത്തിൽ അന്വേഷണത്തിൽ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് അന്വേഷണ സംഘത്തിൽ നിന്നും മാറ്റിയ SHOയ്ക്കെതിരെ ശക്തമായ നടപടി ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉത്തരമേഖല IG സേതുരാമന് നൽകിയിരുന്നു. ഗുരുതരമായ വീഴ്ച ഈ കേസിന്റെ നടത്തിപ്പിൽ SHOയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒപ്പം ഒരു പരാതിക്കാരിയോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് ഒരിക്കലും പെരുമാറാൻ കഴിയാത്ത രീതിയിൽ മോശം രീതിയിലാണ് ഈ കേസിൽ SHO ഇടപെട്ടതെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖല IG SHOയെ തലസ്ഥാനത്ത് നിന്നും മാറ്റി സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസിന്റെ അന്വേഷണ ചുമതല അദ്ദേഹത്തിൽ നിന്നും മാറ്റുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വിശദമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് SHOയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ വനിതാ കമ്മീഷൻ അടക്കം നിശ്ചിതമായ ഭാഷയിലാണ് ഈ SHOയെ വിമർശിക്കുകയും ചെയ്തത്. അനീഷ് തുടരുക. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും അച്ചടക്ക നടപടി ഉണ്ടാവുന്നു. അതേസമയം പ്രതിയുടെ വിവാഹ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കോട്ടയത്ത് പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്. കല്യാണത്തിന് മുമ്പ് പണം ആവശ്യപ്പെട്ട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തി. കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ പണത്തിനായി സമ്മർദ്ദം ചെലുത്തിയതോടെ വിവാഹ ചടങ്ങിൽ നിന്ന് കുടുംബം പിന്മാറുകയായിരുന്നു. ഈ വിവരം മറച്ചുവെച്ചാണ് പറവൂരിലെ പെൺകുട്ടിയെ പിന്നീട് വിവാഹം ചെയ്തത്. രാഹുൽ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കുകയും സിഗരറ്റ് വലിപ്പിക്കുകയും ചെയ്തുവെന്ന് പറവൂരിലെ യുവതിയുടെ അമ്മ പറഞ്ഞു. അമ്മയും സഹോദരിയും ഇതിന്റെ ഫോട്ടോ എടുത്തുമെന്നും പെൺകുട്ടിയുടെ അമ്മ ന്യൂസ് 8 വെളിപ്പെടുത്തി. പുതിയ അന്വേഷണ സംഘത്തെ കേസേൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭിക്കുമെന്നുമാണ് പെൺകുട്ടിയുടെ അച്ഛന്റെ പ്രതികരണം. ഇന്നലെ മോൾ എന്നോട് പറഞ്ഞു എന്ന് വെച്ചാൽ അവൾ ഒന്നാമത്തെ കാര്യം അവൾക്ക് കറക്റ്റ് ഒരു ഇതിലോട്ട് വന്നിട്ടില്ല. അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞു, അമ്മ ആരും അറിയാത്തൊരു കാര്യം ഞാൻ അമ്മയോട് പറയട്ടെ. അപ്പം എന്താണെന്ന് ചോദിച്ചോട് പറഞ്ഞു, രാഹുലേട്ടൻ്റെ അമ്മയും കൂടി നിർബന്ധിപ്പിച്ച് ബിയർ കുടിപ്പിച്ചു. എന്നിട്ട് രാജേഷിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. എന്നിട്ട് അമ്മ വീണ്ടും പറഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവനത് ഒഴിച്ചു കൊടുത്തില്ല. വേറൊരു ദിവസം സിഗരറ്റ് വലിപ്പിച്ചിട്ട് അതും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇന്നേ വരെ ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പലരോട് ചോദിച്ചു ഇത് പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന്, നാളെ ചിലപ്പോൾ വരാൻ പോണത് മോള് മയക്കുമരുന്നും ബിയറൊക്കെ കഴിച്ചതിൻ്റെ പേരിലാണ് ഇടിച്ചതെന്ന് പറയുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയും കൂടി അവർ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ ഭാഗ്യം, നാളെ ഒരു മാസം എൻ്റെ മകൾ അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മയക്കുമരുന്നിന് അഡിക്റ്റായിട്ട് അവളുടെ ജീവിതം പോകുമായിരുന്നു. ഇവൻ ഇതിക്ക് മുമ്പും പല പെൺകുട്ടികളെയും ഇതേപോലെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ 12-ാം തീയതി ഇവൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അടുക്കടാളും ചടങ്ങുമായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാക്കിയിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവൻ ഒരു ഫ്രോഡാണെന്നും പിന്നെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന കക്ഷിയാണെന്നും അതിൻ്റെ ബിസിനസ് തന്നെ ഉണ്ടോ എന്നൊക്കെ അവർ സംശയിക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഇപ്പോൾ ഇവള് തിരുവനന്തപുരത്തെ ടാറ്റാ ലെക്സി എന്ന് പറയുന്ന കമ്പനിയിൽ സീനിയർ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 10,000-3000 ആളുകളുണ്ട്. ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയമാണ്. പിന്നെ ഇതിക്ക് മുമ്പ് കല്യാണക്കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ രാത്രിയിൽ ഏതോ ഒരാൾ ഈ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ ഇതിൽ വന്നു. അത് ഇവനോടൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൻ എന്ന് വെച്ചാൽ മദ്യലഹരിയിലാണല്ലോ. അപ്പോൾ ഈ ഇത്തരം ആളുകളായിട്ട് ഇവൾക്ക് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് പിന്നീട് അവനെടുക്കുന്നത്. അവനൊരു സംശയരോഗിയായിട്ടാണ്. ആ സംശയരോഗിക്ക് ഈ മദ്യലഹരിയിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു പിടിപാടില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടി ഗുരുതരമായ പീഡനത്തിന് ഇരയായെന്ന് കമ്മീഷന് ലഭിച്ച പരാതിയിൽ വ്യക്തമെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ പ്രതികരണം. പോലീസിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റവും പരാതിയിലുണ്ട്. ശാരീരിക പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് കരുതുന്ന പോലീസുകാർ കേരളത്തിലും പോലീസ് സേനയ്ക്കും അപമാനമാണെന്നും പി സതീദേവി പ്രതികരിച്ചു. അത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ പരാതി വനിതാ കമ്മീഷന് ലഭിക്കുന്നത്. പരാതി ലഭ്യമായ ഉടനെ തന്നെ ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ SHOയെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ 498A പ്രകാരമുള്ള 498A IPC അതുപോലെ 323 IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതി വായിച്ചു നോക്കിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനത്തിന് ആ പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ വെച്ച് ഇരയായിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നപ്പോ ഉണ്ടായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ സമീപനത്തെക്കുറിച്ച് SHOന്റെ സമീപനത്തെക്കുറിച്ച് ഉള്ള ആരോപണവും ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിസ്ഥാനത്തിലാണ് SHOയ്ക്കെതിരെ പിന്നീട് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ പെൺകുട്ടിയെ അധിക്ഷേപിച്ച് രാഹുലിന്റെ അമ്മയും രംഗത്ത് വന്നു. വീട്ടിൽ നിന്ന് എല്ലാവരെയും ഇറക്കിവിടാൻ ഈ യുവതി ശ്രമിച്ചു എന്നാണ് ആക്ഷേപം. യുവതിയെ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടില്ലെന്നും രാഹുലിന്റെ ആദ്യ വിവാഹം കഴിഞ്ഞില്ല എന്നുമായിരുന്നു അമ്മയുടെ പ്രതികരണം. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. എന്താ അങ്ങനെ വിവാഹത്തിനും കൊണ്ടുപോകാനുള്ളതിനെ കൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അപ്പം വിവാഹം കഴിഞ്ഞാണ്, ആദ്യത്തെ വിവാഹം കഴിഞ്ഞാണ് അല്ലെ? താലിയൊന്നും കെട്ടിയിട്ടില്ല, വിവാഹമായിട്ട് കഴിഞ്ഞിട്ടുമില്ല. ആ ബന്ധം രജിസ്ട്രേഷൻ കഴിഞ്ഞാണ് ഇവർ ആ ബന്ധം വേർപ്പെടുത്തിയിട്ടാണോ ഈ രണ്ടാമത് വിവാഹം? കടലാസൊക്കെ കൊടുത്ത് കടലാസ് കുറിച്ചോ നല്ലൊരു ഡൈവോഴ്സ് ലഭിച്ചിരുന്നില്ല? ചെയ്തു. അല്ല, ഡൈവോഴ്സ് പേപ്പർ കിട്ടിയായിരുന്നു? വിവാഹമോ? അത് 2-3 ദിവസം കൂടെ കിട്ടുള്ളൂ പറഞ്ഞു. അപ്പോഴത്തേനാണല്ലോ ഈ ഡേറ്റ് വന്നത്. അല്ല, പക്ഷെ അതപ്പോൾ നിയമവിരുദ്ധമല്ല. ഒരു വിവാഹ ബന്ധം വേർപ്പെടുത്തി അതിന്റെ നിയമ നടപടികൾ പൂർത്തിയാക്കും മുമ്പ് മറ്റൊരു വിവാഹം കഴിക്കുന്നത് തെറ്റല്ലേ? അത് ഞങ്ങൾ പറയാമോ? എനിക്ക് മൊത്തം രാഹുൽ ഇപ്പൊ എവിടെ ഉണ്ട്? പുറത്താണ്. കേരളത്തിൽ ഇവിടെ തന്നെയുണ്ട്. അവന് ഈ കോഴിക്കോട് വിട്ട് പോയിട്ടില്ല. കോഴിക്കോട് വിട്ട് എവിടെയും പോയിട്ടില്ല, പോകില്ല. കുട്ടീനെ അടിച്ചെന്നുള്ളത് പറഞ്ഞ സത്യമാണ്. അതാണ് ഞങ്ങൾ അവിടെ രണ്ടുപേരും കൂടെ വർക്കുണ്ടായപ്പോൾ അവിടെ സംഭവിച്ചതാണ്. അല്ലാതെ സ്ത്രീധനത്തിന്റെ പേരിൽ കുട്ടീനെ മർദ്ദിച്ചു. പോലീസുകാര് ഫ്രണ്ടാണോ? രാഹുലിന്റെ സുഹൃത്തുക്കളാണോ? അല്ലേ, ഒരു 5 വല്ല ഒരു 10 വല്ല 15 വല്ല ഈ കല്യാണം പ്രമാണിച്ച് മോന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയ പൈസ. കോട്ടയത്തെയും ഈ പറവൂരിലെ ഒറ്റ ദിവസമാണ് കണ്ടത്. എന്നിട്ട് കോട്ടയത്തെ നിങ്ങൾ നിശ്ചയിക്കുന്നു? കോട്ടയത്തെ നിശ്ചയിക്കുന്നു. രജിസ്ട്രേഷൻ ചെയ്യുന്നു? അല്ല, നിശ്ചയം കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് പറഞ്ഞത് അടിച്ചെന്നാ പറഞ്ഞത്. അമ്മ ഞാൻ നെറ്റിക്കിട്ട് അടിച്ചതല്ല, അടിക്കാൻ ചെന്നപ്പോ ഇങ്ങനെ കൈ ഓങ്ങി ചെന്നപ്പോഴത്തേനും ഇങ്ങനെ കുഞ്ഞ് തിരിഞ്ഞപ്പം ചുമരെ പോയി അടിച്ചെന്നാ പറഞ്ഞത്. പിന്നെ അല്ലാതെ ഞാൻ അടിച്ചെന്ന് പറയുന്നുണ്ട്. അല്ല, ബെൽറ്റ് കൊണ്ടൊന്നും അടിച്ച കഥ പറഞ്ഞു. കൈ കൊണ്ട് അടിച്ചത് അത് സ്റ്റേഷനും പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റം അവൻ പറഞ്ഞിരിക്കുന്നു, അവൻ ചെയ്തത് അവൻ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മൂടി വെച്ചിട്ട് ഒരു നീതിയും വേണ്ട. ഇതാണ് അമ്മയുടെ പ്രതികരണം. എന്തായാലും ഈ പന്തീരങ്കാവ് വിഷയത്തിൽ തുടർ നടപടികൾ നാളെയും ശക്തമാകും. എന്തായാലും ആ യുവതിക്ക് നീതി കിട്ടും എന്ന് തന്നെ നമുക്ക് കരുതാം. ഒപ്പം രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ആജ്ഞ രവീന്ദ്രനും ഒപ്പം തന്നെ MS അനീഷ് കുമാറും നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനീഷ്, ഇനി ഈ രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്ന പ്രധാനപ്പെട്ട ഘട്ടമാണ്. പോലീസിന്റെ അന്വേഷണം ആ തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ? തീർച്ചയായും പോലീസിന് സംഭവിച്ച വീഴ്ചകളെ കുറിച്ച് നിശ്ചിതമായ വിമർശനം ഉയർന്നപ്പോൾ തന്നെ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ച അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു. ഇതിനകം തന്നെ യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നൽകിയ മൊഴി, പിന്നീട് യുവതി കേൾക്കേണ്ടി വന്ന ആ ശാരീരികമായ പീഡനങ്ങളെ കുറിച്ചുള്ള വൈദ്യ പരിശോധന റിപ്പോർട്ടുകൾ എന്നിവയെല്ലാം വളരെ വിശദമായി തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ വൈകുന്നേരം ഈ വധശ്രമവുമായി ബന്ധപ്പെട്ട കേസും സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസും രജിസ്റ്റർ ചെയ്തതോടുകൂടി ഒളിവിലേക്ക് രാഹുൽ പോയിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുലിന്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് അക്കാര്യം വ്യക്തമായി. ഇന്നലെ രാത്രി മുതൽ മകനെ ഫോണിൽ ലഭിക്കുന്നില്ല. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഇപ്പോഴും രാഹുൽ ഉണ്ട് എന്നാണ് പറയുന്നത്. മുതിർന്ന അഭിഭാഷകരടക്കമുള്ള ആളുകളുമായി രാഹുൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. മുൻകൂർ ജാമ്യ ഹർജി നൽകി ഈ നടപടിക്രമങ്ങളിൽ നിന്നും തൽക്കാലം ഒഴിയുകയാണ് ലക്ഷ്യമിടുന്നത്. സീനിയർ അഭിഭാഷകർ വഴി ഹർജി നൽകി കഴിഞ്ഞാൽ ഈ ഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാം എന്നൊരു പ്രതീക്ഷയും രാഹുലിന് ഇപ്പോൾ ഉണ്ട്. അതാണ് അനീഷ് വിശദമാക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ കൂടിയുണ്ട്. ആജ്ഞ, ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസിനെതിരായ അച്ചടക്ക നടപടി അടക്കം ഉണ്ടാകുമ്പോൾ പെൺകുട്ടിയുടെ കുടുംബം അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? സജിത്ത്, അവർ നമ്മളോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കേസിൽ അടിയന്തരമായി ഇടപെട്ടത് കൊണ്ടാണ് പുതിയൊരു അന്വേഷണ സംഘത്തെ തന്നെ ഈ കേസിന് വേണ്ടി നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ പന്തീരങ്കാവ് പോലീസിനെതിരായ വിമർശനത്തിൽ അവർ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തത്. അതേ തുടർന്നാണ് പന്തീരങ്കാവ് SHOയ്ക്ക് ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SHOയ്ക്ക് എതിരെ നടപടിയുണ്ടായത്. ഉത്തരമേഖല IG ആണ് അദ്ദേഹത്തിനുള്ള സസ്പെൻഷനുള്ള ഉത്തരവിട്ടത്. എന്നിരുന്നാലും
ഈ തുടർ നടപടികൾ പെൺകുട്ടിയുടെ അമ്മ നമ്മളോട് പ്രതികരിച്ചതനുസരിച്ചിട്ട് ബാംഗ്ലൂർ വഴി അദ്ദേഹം രാഹുൽ സിംഗപ്പൂരിലേക്ക് കടന്നു എന്നൊരു സംശയം അവർക്കുണ്ട്. രാഹുലിന്റെ അമ്മ തന്നെ പറയുമ്പോഴും ആദ്യം പറയുന്നത് പുറത്താണ് എന്നാണ്, പിന്നീടാണ് അവൻ കോഴിക്കോട് തന്നെ ഉണ്ട് എന്ന്. എന്നിരുന്നാലും രാഹുലിന് ഈ മുങ്ങാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് പോലീസാണ് എന്നൊരു വീഴ്ച നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ പുറത്തു തന്നെയാണോ അതല്ലെങ്കിൽ ഒളിവിലുള്ളത് എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടത് ഒരു ഉത്തരവാദിത്വം കൂടി പോലീസിന്റെ മേൽ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഉടൻ, അതായത് ACP-ക്കാണ് അന്വേഷണ ചുമതല. ACP സാജു എബ്രഹാം ഈ പന്തീരങ്കാവിൽ നിന്നും ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്, പറവൂർ എത്താറായിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനുള്ള സാഹചര്യം കൂടി അവിടെ കാണുന്നുണ്ട്. ഈ മൊഴിയെടുക്കലിന് ശേഷം അന്വേഷണ സംഘം എത്തി ഈ മൊഴിയെടുക്കലിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. ശരി, അതാണ് സാഹചര്യം. എന്തായാലും പോലീസും കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. അതേസമയം പന്തീരങ്കാവിലെ പ്രതിയെ രക്ഷിച്ചതിന്റെ ഉത്തരവാദിത്തം പോലീസിനെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഒരു പെൺകുട്ടിക്ക് ഇത്ര ക്രൂരമായ അനുഭവം ഉണ്ടായിട്ട് നടപടിയെടുക്കാനായില്ലെങ്കിൽ എന്തിനാണ് കേരളത്തിൽ പോലീസ് സംവിധാനമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. പന്തീരങ്കാവിൽ ഒരു പെൺകുട്ടി വിവാഹത്തിന്റെ 5-ാം നാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. കേബിൾ കൊണ്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചു. 5-ാമത്തെ ദിവസം മാതാപിതാക്കൾ കാണാൻ വന്നപ്പോൾ കുട്ടിയെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായി. എന്നിട്ട് അവിടെ പോയി പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ആ പരാതി കൊടുത്ത പിതാവിനെ പരിഹസിക്കുകയാണ് അവിടുത്തെ CI ചെയ്തത്. അന്ന് തന്നെ എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ഈ കുട്ടി എന്നുള്ളത് കൊണ്ട് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതാണ്. എന്നിട്ടും ചെയ്തില്ല. പിന്നെ ഇന്നലെ മാധ്യമ വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഒരു കേസെടുത്തത്. ആളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ട് പോലും ആ പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് ചിരിച്ചു കളിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ തോള കൈയിട്ട് പോവുകയാണ്. ഈ പിതാവിനോട് ഇങ്ങനെ മോശമായി SHO പെരുമാറിയപ്പോൾ അതിനകത്ത് നടപടിയെടുക്കണമെന്ന് പറഞ്ഞാണ്. ഇനി പ്രതി രക്ഷപ്പെട്ടാൽ കേരള പോലീസ് അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഇത്രയും ക്രൂരമായ ആക്രമണം വിവാഹത്തിന്റെ 5-ാം നാൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് അതിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് ഈ പോലീസ്? അതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായി. 14 പേരുടെ അപേക്ഷ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. കിരൺ ബാബു ചേരുന്നു നമുക്കൊപ്പം. കിരൺ, നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഈ മാസം തന്നെ ആദ്യ പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറുമെന്ന്. ഇപ്പോൾ ആദ്യ പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന അഭയാർത്ഥികൾക്കെന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശം? സജിത്ത്, രാജ്യം തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ നടുവിൽ ഇങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നിയമം ആദ്യമായി ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ഇങ്ങനെ നേരത്തെ നടപ്പാക്കുമെന്ന് നേരത്തെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് 14 പേർക്ക് ഇന്ത്യൻ പൗരത്വം നൽകിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല കൈമാറി. നേരത്തെ പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കിയിരുന്നു. പാർലമെന്റ് 2019 ഡിസംബറിലാണ് ലോക്സഭയിൽ പാസ്സാക്കിയത്. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നെങ്കിലും ആ നിയമത്തിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചിരുന്നില്ല. ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ മാർച്ചിലാണ്, 2024 മാർച്ചിലാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തത്. ആ സമയത്തടക്കം വ്യാപകമായ രീതിയിലേക്ക് വലിയ എതിർപ്പുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലുമെല്ലാം ഉയർന്നിരുന്നു. പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാന എതിർപ്പായി. ഇന്ത്യൻ പൗരത്വത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മതം മാനദണ്ഡമാക്കിയിരുന്നില്ല. ഇതാദ്യമായിട്ടാണ് മതം മാനദണ്ഡമാക്കി ഒരു ഭേദഗതി കൊണ്ടുവന്നത്. 3 രാജ്യങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനം നേരിടുന്ന വിഭാഗങ്ങൾ, അത് ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ, ഈ വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാം എന്നുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാതൽ. അതിൽ മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയിരിക്കുന്നു. അവിടെ മുസ്ലിം വിഭാഗങ്ങൾ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് മതപീഡനം നേരിടേണ്ടി വരുന്നത് മറ്റു മതങ്ങളാണ് എന്നതാണ് പ്രധാന മാനദണ്ഡമായി കേന്ദ്ര സർക്കാർ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. 11 വർഷം ഇവിടെ സ്ഥിര താമസമായിരുന്നവർക്കാണ് നേരത്തെ പൗരത്വം നൽകിയിരുന്നെങ്കിൽ അത് 6 വർഷമാക്കി ചുരുക്കി. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ എത്തിയവരാണ് ഇപ്പോൾ പൗരത്വത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ടാണ് ഈ അപേക്ഷകൾ പരിശോധിക്കുന്നത്. കേരളവും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ പോർട്ടൽ വഴിയാണ് ഇത്തരം ഒരു അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അങ്ങനെ അപേക്ഷ സ്വീകരിച്ച് ഏത് സ്ഥലത്ത് നിന്ന് സ്വീകരിച്ചതാണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ഇതിൽ ചിലരെങ്കിലും പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഒന്നും വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാവണം ഇത്തരത്തിൽ പൗരത്വ ഭേദഗതിക്കുള്ള അപേക്ഷകൾ ലഭിച്ചതും അതിൽ 14 പേർക്ക് പൗരത്വം നൽകിയിരിക്കുന്നതും. ഇത് ആദ്യമായിട്ടാണ്
അതിനിടയിലാണ് 1955 പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒരു മാറ്റം വരുത്തുകയും ഭേദഗതി വരുത്തുകയും ആ നിയമം ഭേദഗതി അനുസരിച്ച് അതിൻ്റെ വിജ്ഞാപനം അനുസരിച്ച് 14 പേർക്ക് പൗരത്വം നൽകുകയും ചെയ്തത്. ഡൽഹിയിൽ ഇങ്ങനെ 300 പേർ അപേക്ഷയുണ്ട്. ഈ 300 അപേക്ഷകളിലും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും അത് അവസാന ഘട്ടത്തിലാണ് എന്നുള്ള സൂചനയുമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വ്യാപകമായ രീതിയിലേക്ക് പ്രത്യേകിച്ച് ബംഗാളിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ വലിയ ചർച്ചയാവാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് പൗരത്വ ഭേദഗതി നിയമം. ആദ്യ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൻ്റെ വിവിധ ഘട്ടങ്ങളും ഉത്തർപ്രദേശിൻ്റെ വിവിധ ഘട്ടങ്ങളും ബീഹാറിൻ്റെ വിവിധ ഘട്ടങ്ങളും അടക്കം ഇനിയും നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഈ സംസ്ഥാനങ്ങളൊക്കെ BJP അത് പോസിറ്റീവായ ആയുധമായും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ എതിരായും നിലപാടുകൾ സ്വീകരിക്കുകയും ഒക്കെ അത്തരത്തിലേക്കുള്ള പ്രചരണമൊക്കെ നടക്കുന്നതാണ്. അതിനിടയിലാണ് എന്തായാലും രാജ്യത്ത് അങ്ങനെ ഒരു നിയമം നടപ്പാക്കുകയും ആ നിയമം അനുസരിച്ച് 14 പേർക്ക് ഇന്ന് ഇന്ത്യൻ പൗരത്വം നൽകുകയും ചെയ്തിരിക്കുന്നത്. അതാണ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കി 14 പേർക്ക് പൗരത്വം ലഭ്യമായി എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വന്നിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച വിവാദത്തിന് താൽക്കാലികമായി വിരാമമാവുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വന്നിരുന്ന സമരം അവർ പിൻവലിച്ചു എന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ് വരുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ സമൂലമായ മാറ്റം വരുത്താൻ സർക്കാർ തീരുമാനിച്ചതോടുകൂടിയാണ് ഈ തീരുമാനമുണ്ടാകുന്നത്. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഗതാഗത മന്ത്രിയും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായിട്ടാണ് ഇന്ന് വൈകിട്ട് ചർച്ച നടത്തിയത്. സർക്കാർ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ നിന്നും പിന്നോട്ട് പോയതാണ് പ്രശ്നപരിഹാരത്തിന് വഴിതെളിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്ത് വ്യാപകമായി ഉയർന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുമായും അതോടൊപ്പം തന്നെ CITUവിന്റെയും BMSന്റെയും INTUസിന്റെയും പ്രതിനിധികളുമായും വിശദമായ ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിക്കാനുള്ള പ്രതിഷേധം പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് സംയുക്ത സമരസമിതി എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായി സംഘടനകൾ മുമ്പോട്ട് വെച്ച ആവശ്യത്തിൽ സർക്കാർ പരിഗണിച്ചിരിക്കുന്നത് 15 വർഷം കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഇനി വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഇനി ടെസ്റ്റിന് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം മുമ്പോട്ട് വെച്ചിരുന്നു. അത് 18 വർഷമായി ഉയർത്തിരിക്കുകയാണ്. 18 വർഷം ആണ് ഇനി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ വരെ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്നാണ് പുതിയ വ്യവസ്ഥ. അതോടൊപ്പം തന്നെ ഒരു MVAയുടെ കീഴിൽ ദിവസേന നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം അത് 40ആയി നേരത്തെ ചുരുക്കിയിരുന്നു. അതിനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇനി തിരക്കേറിയ സ്ഥലങ്ങളിൽ 2 MVAമാരുള്ള സ്ഥലങ്ങളിൽ 80 ടെസ്റ്റ് വരെ നടത്താം എന്ന തരത്തിലാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ആശയം. അതോടൊപ്പം തന്നെ ഈ എടുത്തതിന് ശേഷം മാത്രം റോഡ് ടെസ്റ്റ് നടത്തിയാൽ മതി എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുന്നതിനുള്ളൊരു നീക്കവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ ഒരു നയം ലൈസൻസ് എടുക്കാൻ പ്രാപ്തരായവർ മാത്രം, അതായത് വാഹനം മികച്ച രീതിയിൽ ഓടിക്കുമെന്ന് ഉറപ്പാക്കിയവർ മാത്രം ലൈസൻസ് എടുത്താൽ മതി എന്നാണ് എന്നും ഗതാഗത മന്ത്രി പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം ഈ മുഴുവൻ, അതായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സാഹചര്യവും ഉണ്ടാകത്തില്ല, അത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടാകത്തില്ല എന്നും ഗതാഗത മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തൽക്കാലം അത് അനുവദിക്കുകയാണ്. അപ്പോൾ പക്ഷെ ക്വാളിറ്റി ഉയരും. തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചൊരു ആവശ്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലൈസൻസ്, നല്ല വണ്ടി ഓടിക്കാൻ അറിഞ്ഞ ആളുകൾ ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളതാണ്. അതിനോട് ഡ്രൈവിംഗ് സ്കൂളുകളിലെ എല്ലാ സംഘടനകളും യോജിച്ചു. അവരും അത് ചെയ്യുകയാണ്. പിന്നെ മാത്രമല്ല, ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെന്റ് ഉണ്ടായി എന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു. അതവർ അംഗീകരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട, ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു. അവരെ കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല. ടെസ്റ്റ് നടക്കുമ്പോൾ, ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല, ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ എല്ലാ സ്ഥലത്തും വയ്ക്കും. ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്യും. ആ ടെസ്റ്റ് കഴിയുന്നുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യും. എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും. 3 മാസം വരെ സൂക്ഷിക്കും. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അത് എടുക്കും. പിന്നെ കൃത്യമായ ടെസ്റ്റാണോ നടത്തിയെന്ന് നോക്കും. കാരണം 2 വശവും ക്യാമറ ഫേസ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണത്തക്ക രീതിയിലും. അപ്പോൾ ടെസ്റ്റിലുള്ള കള്ളത്തരങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സമരത്തിലൊക്കെ പറഞ്ഞ പോലെ ആരുടെയും കഞ്ഞൂടി മുട്ടിക്കൽ ഒരാൾക്കും തൊഴിൽ പോകത്തില്ല. എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കും ഒക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. പക്ഷെ ഡ്രൈവിംഗ് പഠിച്ച് 5 വർഷം കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളത്. നിലവിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും നാളെ മുതൽ തന്നെ വീണ്ടും ഈ ടെസ്റ്റുകൾ പുനരാരംഭിക്കുന്നതിനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും തൊഴിലാളി സംഘടനകളുടെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ഭാഗത്തുനിന്ന് ഉറപ്പാക്കുന്നതിനുള്ള നീക്കവും സർക്കാർ തലത്തിലും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും മെയ് 2-ന് തുടങ്ങിയ പ്രതിഷേധമാണ് ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം താൽക്കാലികമായെങ്കിലും ഒരു വിരാമത്തിലേക്ക് എത്തിയിരിക്കുന്നത്.
സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിന്നിരുന്ന സംഘർഷ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. മടങ്ങി വരാൻ മറ്റു വാർത്തകളിലേക്ക് ഇനിയൊരു ഇടവേളയാണ്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. ഇന്നലെ രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിലെ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വളരെ വേദനാജനകമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ വൈദ്യ പരിശോധനയിലാണ് കുട്ടി പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയെ പുലർച്ചെ 2:30 മുത്തശ്ശനൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന ഈ പെൺകുട്ടിയെ പുലർച്ചെ 2:30 ഇത്തരത്തിൽ അക്രമി തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത്. മുൻവശത്തെ വാതിലിലൂടെ അകത്ത് കയറിയ ഇയാൾ പെൺകുട്ടിയെയും കൊണ്ട് പുറകുവശത്തെ വാതിലൂടെയായിരുന്നു പുറത്തുപോയത്. തൊട്ടടുത്ത് 500 മീറ്റർ അകലെയുള്ള ഒരു പാടത്ത് വെച്ചായിരുന്നു കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത്. അതിനുശേഷം കാതിലെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു മാറ്റിയതിനു ശേഷം ഈ പെൺകുട്ടിയെ അവിടുന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. എന്തായാലും പെൺകുട്ടി സമീപത്തുള്ള ഒരു വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുകയും ആ വീട്ടുകാരെ അറിയിക്കുകയും തുടർന്നാണ് ഇവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെടുന്നതും പിന്നീട് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വീടുമായി കൃത്യമായി പരിചയമുള്ള ആളാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നാണ് പോലീസ് നിഗമനം. ആ രീതിയിലാണ് പോലീസിന്റെ അന്വേഷണവും. സമീപ പ്രദേശത്തുള്ള CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഉത്തരമേഖല IG തോംസൺ ജോസ്, ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ചിലരെയൊക്കെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രതിയെ ഉടൻ പിടികൂടുമെന്ന നിലയാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ ഗൗരവമായി തന്നെയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്. എന്തായാലും ഈ കുട്ടിയെ ഇത്തരത്തിൽ ജീവനോടെ തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവുമ്പോഴും ഇത്തരത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് വീടിനകത്ത് പോലും സുരക്ഷിതമല്ല എന്ന ഒരു ആശങ്കയാണ് ഈ സംഭവം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ലഹരി മാഫിയാണോ ഈ സംഭവത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ലഹരി കേസിൽ നേരത്തെ ഉൾപ്പെട്ടവരെയും പോലീസ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രതിയെ പിടികൂടാനുള്ള എല്ലാ ഊർജിതമായ അന്വേഷണവും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. രാവിലെ ഡോഗ് സ്ക്വാഡും ഒപ്പം വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി ഈ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ആ രീതിയിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാൻ സംസ്ഥാന വ്യാപകമായി പോലീസിന്റെ പരിശോധന. കാപ്പ ചുമത്തിയ പ്രതികളെ റെയ്ഡിൽ കണ്ടെത്തും. ആഗ് ഡി ഹണ്ട് പദ്ധതികളുടെ ഭാഗമായിട്ടാണ് റെയ്ഡ്. പരിശോധനയിൽ തിരുവനന്തപുരം നേമത്തൊരാളെ കസ്റ്റഡിയിലെടുത്തു. കാക്കാമൂല സ്വദേശി അഖിലിനെയാണ് പിടികൂടിയത്. ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് റെയ്ഡെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. ഈ ആക്ഷന്റെ ഇന്ന് രാവിലെ നമ്മുടെ നേമം ഭാഗത്ത് ഒരു നാട് കടത്തിയ ഒരു പ്രതിയെ കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാപ്പ 15 ഓർഡർ പ്രകാരം ഒരു അഖിൽ ദേവ് എന്ന ഒരാൾ നമ്മുടെ ഫെബ്രുവരി മാസം നാട് കടത്തിയായിരുന്നു. അയാളെ വീട്ടിലെ തങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാപ്പ വയലേഷനാണ്. അയാൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വയലേഷൻസ് വേറെ എന്തെങ്കിലും കോൺട്രബാൻഡ് അവരുടെ കയ്യിലെ ആംസ്, ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്സ് പോലത്തെ എന്തെങ്കിലും സാധനം കിട്ടുമെങ്കിൽ അതിൻ്റെ നിയമ നടപടി കൂടെ ഉണ്ടാവും. ആക്ഷൻ നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് റിസൾട്ട് കിട്ടും. സോ ഈ ഒരു ആന്റി സോഷ്യൽസിന്റെ എതിരെയുള്ള ആക്ഷൻ നമ്മുടെ സ്റ്റേറ്റ് വൈഡ് നടക്കുകയാണ്. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കുകയാണ്. ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നാട് നീങ്ങുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഗുണ്ടകൾക്ക് സ്വൈരവിഹാരം നടത്താൻ പോലീസ് തന്നെ സഹായം ചെയ്യുകയാണ്. ഗുണ്ടകൾക്ക് CPM രാഷ്ട്രീയ രക്ഷകർത്തൃത്വം നൽകുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപചാപക സംഘമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും BD സതീശൻ ആരോപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ നാട്.
ലഹരി മാഫിയ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനം നിയന്ത്രിക്കുന്നത്. പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. 1880ഓളം ഗുണ്ടകൾ ഉണ്ട് എന്നുള്ള കണക്കെടുത്തിട്ട് ആ ഗുണ്ടകൾക്ക് സ്വൈരവിഹാരം നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങൾ നേരത്തെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. പൊളിറ്റിക്കൽ പേട്രണേജാണ് CPM അവർക്ക് കൊടുത്തിരിക്കുന്നത്, ഗുണ്ടകൾക്കും ലഹരി മാഫിയ സംഘങ്ങൾക്കും. രാഷ്ട്രീയ രക്ഷാകർതൃത്വം CPM കൊടുക്കുന്നതാണ് ഈ ഗുണ്ടകൾ കഴിഞ്ഞാടാനുള്ള ഏറ്റവും വലിയ ധൈര്യം. ലഹരി മാഫിയ സംഘങ്ങൾ അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന പോലീസിന് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. പോലീസിന്റെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ, തൃപ്പൂണിത്തറയിൽ കിടപ്പ് രോഗിയായ അച്ഛനെ മകൻ ഉപേക്ഷിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിലായിരിക്കുന്നു. ഏരൂർ സ്വദേശി അജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നു. ടോം, ഏറെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. എന്താണ് പോലീസിന്റെ നടപടി? സജിത്ത്, തൃപ്പൂണിത്തുറയിലെ 4 ദിവസം മുൻപാണ് കിടപ്പ് രോഗിയായ അച്ഛനെ മകൻ വാടക വീട്ടിലാക്കി ഉപേക്ഷിച്ചു പോയ സംഭവം ഉണ്ടാകുന്നത്. ഈ തൃപ്പൂണിത്തുറ ഏരൂരിലായിരുന്നു സംഭവം. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും അതേ തുടർന്ന് പോലീസിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് വിവിധ മാധ്യമങ്ങളിൽ നിന്ന് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തത്. ഇപ്പോൾ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിതാവ് ഷൺമുഖനെ മകൻ അജിത്തും കുടുംബവും ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. കിടപ്പ് രോഗിയായ അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ സംഭവം ഏറെ ചർച്ചയൊക്കെ ആയതാണ്. അതിനുശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷനും പോലീസും ഈ വിഷയത്തിൽ ഇടപെട്ടത്. 2 ദിവസം ഭക്ഷണം പോലും കിട്ടാതെ ഈ വയോധികൻ ഏറെ ദുരിതം അനുഭവിച്ച കാഴ്ച, ഏറെ ദയനീയമായിട്ടുള്ള കാഴ്ചയായിരുന്നു അത്. അച്ഛൻ ഷൺമുഖനെ മകൻ നോക്കുന്നില്ലെന്ന് നേരത്തെ പരാതി ഉണ്ടായതാണ്, ഉയർന്നു വന്നതാണ്. കഴിഞ്ഞ ദിവസം മകൻ അജിത്തും കുടുംബവും വീട് വിട്ട് മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് അച്ഛനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പരിസരത്ത് ഈ സമീപവാസികൾ, അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വീട്ടുടമ സ്ഥലത്തെത്തിയും വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. അത് വീട്ടിൽ ആരോ ഉണ്ടെന്ന് സംശയം തോന്നിനെ തുടർന്ന് അയൽക്കാർ നടത്തിയ പരിശോധനയിലാണ് കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വന്തമായി ഭക്ഷണം കഴിക്കാനോ മറ്റ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനോ കഴിവില്ലാത്ത, ശേഷിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വയോധികൻ അവിടെ വീട്ടിൽ 2 ദിവസത്തോളം കഴിഞ്ഞത്. തുടർന്ന് നമ്മളൊക്കെ ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത പൊതുമധ്യത്തിൽ കൊണ്ടുവന്നു. പിന്നീട് പോലീസും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടു. ഈ വിഷയത്തിൽ ഈ മക്കൾ തമ്മിലുള്ള ചില തർക്കമാണ് അച്ഛനെ ഉപേക്ഷിക്കാൻ കാരണമായത് എന്ന രീതിയിലൊക്കെ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് പിന്നില് ചില മക്കൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണെന്നൊക്കെ രീതിയിലുള്ള വാദങ്ങളാണ് 2 മക്കളും ഉന്നയിച്ചത്. പക്ഷേ ഒരു അച്ഛനോട് മകൻ ചെയ്ത ക്രൂരത, ഈ ക്രൂരതയ്ക്ക് ഇപ്പോൾ ഒടുവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുകയാണ്. സജിത്ത്, യെസ്, ടോം സൂചിപ്പിച്ചതുപോലെ ഏറെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. അതിലാണിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവുന്നത് എന്നതാണ്. തൃപ്പൂണിത്തറയിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം, 4 ദിവസം മുമ്പ് ഈ സംഭവം ഉണ്ടാവുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, സിനിമാ നിർമ്മാതാവ് ജോണി സാഗരിക വഞ്ചന കേസിൽ അറസ്റ്റിൽ. കോയമ്പത്തൂർ സ്വദേശി ദ്വാരക് ഉദയകുമാറിന്റെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സിനിമാ നിർമ്മാണത്തിന് 2,75,00,000 രൂപ വാങ്ങി പറ്റിച്ചുവെന്നാണ് കേസ്. കോയമ്പത്തൂർ പോലീസ് ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ജോണിയെ കസ്റ്റഡിയിലെടുത്തത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, സിസ്റ്റർ അഭയ കൊലക്കേസ് പ്രതി ഫാദർ തോമസ് എം കോട്ടൂരിന്റെ പെൻഷൻ പൂർണ്ണമായി സർക്കാർ പിൻവലിച്ചു. കേസിൽ ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നടപടി. പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ധനകാര്യ വകുപ്പ് പുറത്തിറക്കി. കോട്ടയം BCM കോളേജിലെ സൈക്കോളജി വിഭാഗം അധ്യാപകനായിരുന്നു ഫാദർ തോമസ് കോട്ടൂർ. കേസിൽ കുറ്റക്കാരനാണെന്ന CBI കോടതി വിധിക്കെതിരെ ഫാദർ തോമസ് കോട്ടൂർ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പെൻഷൻ തടയരുതെന്നാവശ്യപ്പെട്ട് ഫാദർ തോമസ് കോട്ടൂർ സർക്കാരിന് നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. 5 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി വെന്റിലേറ്ററിലാണിപ്പോൾ ചികിത്സയിലുള്ളത്. അമീബ ശരീരത്തിൽ എത്തിയത് കടലുണ്ടിപ്പുഴയിൽ കുളിച്ചപ്പോഴാണ് എന്നതാണ് ലഭ്യമാവുന്ന വിവരം.
പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികളും നമ്മൾ വലിയവരും ഒക്കെ അലക്കാനും അതുപോലെ കക്ക വാരാനും ഒക്കെ നമ്മൾ മീൻ പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കടവാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുന്നത്. വർഷങ്ങളായി നമ്മളിവിടെ കുടിക്കാറും ഇതൊക്കെ അലക്കാറും എല്ലാം ഉണ്ട്. ഇവിടെ പ്രദേശത്തൊക്കെ കിണറിൽ വെള്ളം വറ്റി തുടങ്ങിയാൽ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ കടവിനെയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 4 ഭാഗത്തും 4-5 കടവുകൾ വേറെയുണ്ട്. അവിടെയൊക്കെ പോയി കുളിക്കുന്ന പതിവാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഇവിടെ വൈകുന്നേരങ്ങളിലും അതുപോലെ രാവിലെയൊക്കെ ഏത് സമയത്തും ഇവിടെ തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അടിസ്ഥാനത്തിൽ കുട്ടികൾ വന്ന് കുളിക്കുന്നതാണ്. അങ്ങനെ ഇത് പുതിയൊരു അറിവായിട്ടാണ് ഇപ്പോൾ നമുക്ക് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം ഇതുവരെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഒരു ആശങ്കയിലാണ്. ഇതുവരെ കുളിച്ച കുട്ടികളാണെങ്കിലും അലക്കാൻ വന്ന സ്ത്രീകളാണെങ്കിലും അതുപോലെ കക്കവാരാൻ വന്ന ഒരുപാട് ആളുകൾ പല പ്രദേശത്തു നിന്നും ഇവിടെ കക്കവാരാനും അതുപോലെ കുളിക്കാനും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വി അനുമോദും എം എസ് അനീഷ് കുമാറും നമുക്കൊപ്പമുണ്ട്. അനീഷ്, എന്താണ് ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരം? നില ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമാണ് എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത്. ഒപ്പം മറ്റ് 4 കുട്ടികൾ സമാനമായ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അവരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്നും വിവരം ലഭിക്കുന്നത്. പക്ഷേ കൃത്യമായ ഒരു ചികിത്സ ഈ രോഗത്തിന് ഇല്ല. മസ്തിഷ്ക ജ്വരത്തിന് ഏതാണ്ടൊക്കെ സമാനമായ രീതിയിലുള്ള ലക്ഷണങ്ങൾ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് പ്രകടമാവും. ആ അസുഖങ്ങൾക്കുള്ള ചികിത്സ നൽകുക എന്നതാണ്. ഇതിന്റെ മരുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ കേരളത്തിലോ ലഭ്യമല്ല എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ബന്ധുക്കളും ഇത് തന്നെയാണ് പറയുന്നത്. എന്തായാലും മെച്ചപ്പെട്ട ചികിത്സ നൽകുക അല്ലെങ്കിൽ ഇതിന്റെ മരുന്ന് എത്തിക്കുന്നതിനുള്ള ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, അതാണ് കുട്ടിയെ സംബന്ധിച്ച വിവരം. എന്തായാലും അമീബിക് അസുഖം അത് അങ്ങേയറ്റം ശരീരത്തെ ഹാനികരമാണ്. പ്രത്യേകിച്ച് മലിനവെള്ളത്തിൽ കുളിക്കുമ്പോഴുണ്ടാകുന്ന രോഗാവസ്ഥയാണിത്. അതുകൊണ്ട് മഴക്കാലമാവുന്നു, ഏറെ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ്. മലപ്പുറത്ത് മഞ്ഞപ്പിത്ത ബാധയും സജീവമാണ്. രൂക്ഷമായി തന്നെ മഞ്ഞപ്പിത്ത ബാധ തുടരുകയാണ്. CV അനുമോദ് നമുക്കൊപ്പമുണ്ട്. അനുമോദ്, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മഞ്ഞപ്പിത്ത ബാധയ്ക്ക് കുറവ് വന്നിട്ടുണ്ടെന്നാണോ? സജിത്ത്, മഞ്ഞപ്പിത്ത ബാധ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. നിലവിൽ 600-ൽ താഴെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ചികിത്സ തേടുന്നുണ്ടെങ്കിലും മുൻപ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടായിരുന്ന അത്ര അസുഖം ഇപ്പോഴില്ല എന്നതാണ് നിജസ്ഥിതി. നിലവിൽ 3 മരണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കുറച്ചുകൂടി ജാഗ്രതയിലാണ്. പക്ഷെ അസുഖം കുറഞ്ഞു വരുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ പേർക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം നിലമ്പൂർ മേഖലയിലാണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോയവർ അവിടെ നിന്നും ഭക്ഷണത്തിലോ വെള്ളത്തിലോ ആയിരിക്കാം ഇവർക്ക് ഈ അസുഖം വന്നത് എന്നാണ് കരുതുന്നത്. അങ്ങനെ അവരിൽ നിന്നും മറ്റു കുടുംബാംഗങ്ങൾക്കും അത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ വീട്ടിലുള്ളവർക്കും ഈ അസുഖം പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഈ അസുഖം ബാധിച്ച് മരണം ഉണ്ടായവർക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് മലപ്പുറം ജില്ലയിലെ ആരോഗ്യ മേഖലയെ ആശങ്കയിലാക്കുന്നത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യമാണ്. അത് സ്ഥിരീകരിച്ചിട്ടുള്ളത് തിരൂരങ്ങാടി മൂന്നിയൂറാണ്. ആ കുട്ടി അവിടെയാണ് താമസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ മാസം 5-ാം തീയതിയാണ് ഈ കുട്ടി മറ്റു കുട്ടികളടുത്ത് ഈ ഒരു കളിയാട്ടമുക്ക് കടവിൽ കുളിച്ചത്. കടലുണ്ടി പുഴയാണ്. അതിനുശേഷം 10-ാം തീയതിയോടെയാണ് ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ തുടങ്ങിയത്. തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആയിട്ടുള്ളതും നിലവിൽ ഈ ഒരു അസുഖം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് അവിടെ മുൻകരുതൽ നടപടികൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ വീടിന്റെ ഏതാണ്ട് 50-ലധികം വീടുകൾ, അടുത്തുള്ള 50-ലധികം വീടുകളിൽ ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു കടവ്, അതിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രധാന കടവുകളൊക്കെ ഈ പുഴയുടെ അടച്ച് അവിടെ ആളുകൾ ഇറങ്ങരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഈ ഒരു മേഖലയിൽ കുളിച്ചവർ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആശുപത്രികളുമായി ബന്ധപ്പെടാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ മഞ്ഞപ്പിത്തത്തെക്കാൾ കൂടുതൽ ഇന്ന് പുറത്തു വന്ന ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് ഇപ്പോൾ മലപ്പുറത്തെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. സജിത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് ഈ രോഗബാധ അത് സംബന്ധിച്ച് ഏറെ ജാഗ്രത വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതാണ് അത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരം. ഒരു ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം.
ബർജർ ഡാം തയ്യാറാണ്. വേനൽ മഴ സംസ്ഥാനത്ത് ഇന്നും ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ അതിശക്തമായ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്ക് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ഇടവയ്ക്കുക. ചക്രവാത ചുഴിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുകയാണ്. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന നമുക്കൊപ്പം ചേരുകയാണ്. ഷംന, ഇത് കേരളത്തിൽ വലിയ രീതിയിലുള്ള മഴയ്ക്ക് ഇടവയ്ക്കും എന്നതാണോ കാലാവസ്ഥാ മുന്നറിയിപ്പ്? സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് ഉണ്ടാവുന്നത്. കൂടുതൽ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചക്രവാത ചുഴി ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപമായി രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് വലിയ മഴയ്ക്ക് ഇടവയ്ക്കുന്നത്. കാലവർഷത്തിന് വളരെ മുമ്പ് തന്നെ ശക്തമായ വേനൽമഴ അതാണ് കേരളത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത്. 19 മുതൽ തന്നെ ഈ മാസം 19-ന് ആൻഡമാൻ നിക്കോബാർ മേഖലകളിൽ മൺസൂൺ എത്തുമെന്ന മുന്നറിയിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ പതിവിന് വിരുദ്ധമായി നേരത്തെ തന്നെ ഇത്തവണ മൺസൂൺ കേരളത്തിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷംന നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഷംന, കേരളത്തിൽ വലിയ മഴ മുന്നറിയിപ്പാണുള്ളത്. അതിൻ്റെ പ്രത്യേക കാലാവസ്ഥാ സാഹചര്യങ്ങളെ എങ്ങനെയാണ് വ്യക്തമാക്കുന്നത്? കാലവർഷം എത്തുന്നതിന് മുൻപെയാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ ഉണ്ടാകുന്നത്. ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കും മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് ഈ കനത്ത മഴയ്ക്ക് ഇടവയ്ക്കുക. ചക്രവാത ചുഴിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. തെക്കൻ കർണാടക മുകളിൽ നിന്ന് വിദർഭയിലേക്ക് മറ്റൊരു ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഇടി, മിന്നൽ, കാറ്റ് തുടങ്ങിയവയോട് കൂടെ മഴയുണ്ടാവുന്നത്. മെയ് 15 മുതൽ 19 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും മെയ് 19-ന് അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരുന്ന 2 ദിവസം തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തെക്കൻ കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കന്യാകുമാരി തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന തമിഴ്നാട് തീരം, തെക്കൻ കേരള തീരം, തെക്കൻ ശ്രീലങ്കൻ തീരം, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണുള്ളത്. അതേസമയം ലക്ഷദ്വീപ് പ്രദേശത്തും കർണാടക തീരത്തും മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 4 ദിവസത്തേക്കുള്ള ഒരു മഴ സാധ്യതാ പ്രവചനം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ നോക്കുകയാണെങ്കിൽ 16-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 17-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും 18-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 19-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമാണ് വരും ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. അതാണ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ്. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ഓൺലൈനായി ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ നിന്നും യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിലായിരുന്നതിനാൽ കഴിഞ്ഞയാഴ്ച മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നില്ല. നേരത്തെ സിംഗപ്പൂരിൽ നിന്ന് യോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു അറിയിച്ചതെങ്കിൽ പിന്നീട് ഷെഡ്യൂളിൽ മാറ്റം വരുത്തുകയായിരുന്നു. ഈ മാസം 22-ന് മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തും. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് സ്വാഗതം ചെയ്ത് കോൺഗ്രസ് മുഖപത്രം. അവഗണന നേരിട്ട് LDF-ൽ തുടരരുതെന്നും ഘടകകക്ഷികൾക്ക് പിന്തുണ നൽകാത്തതാണ് CPM-ന്റെ ചരിത്രമെന്നും കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ പറയുന്നു. എന്നാൽ വീക്ഷണത്തിലെ എഡിറ്റോറിയൽ പരാമർശത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തു വന്നു. കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. UDF-ലേക്കുള്ള ക്ഷണം തള്ളുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ.
ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതുന്ന സ്വഭാവം കേരള കോൺഗ്രസിനില്ല. കേരള കോൺഗ്രസിനെ കുറിച്ച് ആരും വ്യാകുലപ്പെടേണ്ട. ഇടതുമുന്നണി നല്ല സംരക്ഷണം നൽകുന്നുണ്ടെന്നും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനാണ് തങ്ങൾ നിലകൊള്ളുന്നതെന്നുമാണ് റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം എഴുതുന്ന സ്വഭാവം കേരള കോൺഗ്രസിന് ഇല്ല. ഒന്ന്, കേരള കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ആർക്കാ സംശയം? ഞങ്ങൾ ആരെങ്കിലും അപേക്ഷ കൊടുത്തു? കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കമന്റ്സ് പറഞ്ഞോ? ഇതൊക്കെ വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം, ഞങ്ങൾക്കൊരു സന്തോഷം. ഞങ്ങളൊക്കെ മറന്നുപോയില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു വെക്കുന്നത് നല്ലതാണെന്നുള്ളതിന് അപ്പുറത്തോട്ട് കഴിഞ്ഞ കാല ദുരന്തം വരുത്തി വെച്ചതിന്റെ ഇതിനെ അനുഭവിക്കുന്നതിന്റെ സങ്കടത്തിൽ മുഖ്യം ചെയ്യുന്നത് മാത്രമാണ്. ഇത് നിലപാടുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ തുടർച്ചയല്ലേ ഇന്ന് കേരളത്തിൽ കാണുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ. അത് ഞങ്ങൾ സന്തുഷ്ടരായിട്ടിരിക്കുക. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അതിനെക്കുറിച്ച് പറയാനിരിക്കുന്നത്? വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടെ അവസ്ഥയാണ് കേരള കോൺഗ്രസിന് എന്ന ആമുഖത്തോടെയാണ് വീക്ഷണം പത്രത്തിൽ ആ മുഖപത്രം ആരംഭിക്കുന്നത്. അതിൽ തന്നെ വേദന ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ LDFിന്റെ ഭാഗത്ത് നിന്ന്, CPMന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ കേരള കോൺഗ്രസിലുണ്ടായിട്ടും ജോസ് കെ മാണിയുടെ സംസ്ഥാന മന്ത്രിയാകാനുള്ള അത്യാർത്ഥിയാണ് പാർട്ടി പിളർത്തി അവരെ ഇടത് പാളയത്തിൽ എത്തിച്ചത് എന്ന വിമർശനവുമുണ്ട്. ഒരേ സമയം തല്ലും തലോടലുമായാണ് ഈ ലേഖനം പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഒരേപോലെ പ്രാതിനിധ്യം ഇല്ലാത്ത അവസ്ഥ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഒടുവിലായി ലേഖനം അവസാനിക്കുന്നിടത്താണ് കോൺഗ്രസിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇനിയും കടന്നുവരാൻ അവസരമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ നേതാക്കൾ ഒന്നും തയ്യാറായിരുന്നില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല, അത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ ആരെയും നിയോഗിച്ചിട്ടുമില്ല എന്ന നിലപാട് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചതെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അത് കോൺഗ്രസിന്റെയോ UDFന്റെയോ ഔദ്യോഗികമായ ഒരാവശ്യമല്ല. ഞങ്ങൾ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി ചർച്ച ചെയ്യണം, അതിനുശേഷം UDF ചർച്ച ചെയ്യണം, എന്നിട്ടാണ് തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഒരു തലത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ അവരെ കോട്ടയത്ത് അവരുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്യായിരുന്നു. ഇപ്പോൾ അത് ആ ഒരു വിഷയം ഞങ്ങളുടെ മുമ്പിലില്ല. +1 സീറ്റ് വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. കൂടുതൽ ബാച്ച് എന്ന ആവശ്യം പരിഗണിക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം അംഗീകരിക്കാൻ ആകില്ലെന്നാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചത്. 18-ന് കോഴിക്കോട് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയാവും പ്രക്ഷോഭ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകുക. മലപ്പുറം ജില്ലയിൽ കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്, കൂടുതൽ കുട്ടികൾ വിജയിക്കുന്നുണ്ട്. വിജയിക്കുന്ന കുട്ടികൾക്കായിട്ട് കൂടുതൽ A+ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരൊരു സാഹചര്യത്തിൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. സ്വാഭാവികമായിട്ടും ജില്ലയിൽ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഗവൺമെൻറ്. ഏതാനും സ്ഥലങ്ങളിൽ ചില സീറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല. മുമ്പ് UDF ഭരിച്ച സമയത്ത് നമ്മൾ ബാച്ചുകൾ കൊടുത്തിരുന്നു, സ്കൂളുകൾക്ക് ബാച്ചുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു. അന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ 5-8 വർഷമായിട്ട് ആ ഒരു സ്ഥിതി ഇവിടെ ഇല്ല. വല്ലാതെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാകും, സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കുറച്ച് സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ബാച്ചുകൾ തന്നെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു പരിഹാരത്തിന് ഈ ഒരു പ്രശ്നത്തിന് സത്വരമായ ഒരു പരിഹാരം ഗവൺമെൻറ് കാണണം. അല്ല, നമുക്കിപ്പോൾ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളത് ശബ്ദം ഉയർത്തും. അതിന് സമരമെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ആവശ്യങ്ങൾ സമരം ഉയർത്തിയെങ്കിലല്ലേ ജനങ്ങൾ അറിയുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് വരികയുള്ളൂ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് മുസ്ലിം ലീഗ് ഗൗരവമായിട്ട് തന്നെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുവെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. ഉപരിപഠനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും സീറ്റ് ഉറപ്പാക്കും. മലപ്പുറം ജില്ലയിൽ നേരത്തെ അനുവദിച്ചിരുന്ന സീറ്റുകൾ 53,236 ഇതിൽ 22,600 സീറ്റുകൾ സർക്കാർ മേഖലയിലും 19,350 സീറ്റുകൾ എയ്ഡഡ് മേഖലയിലും 11,286 സീറ്റുകൾ അൺഎയ്ഡഡ് മേഖലയിലുമാണുള്ളത്. അഡീഷണൽ ബാച്ച് അനുവദിക്കുക വഴി ലഭ്യമാക്കിയ സീറ്റുകൾ 6,105 മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു.
മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ന്യൂസ് ക്ലിക്ക് കേസിൽ ഡൽഹി പോലീസിന് കനത്ത തിരിച്ചടി. പ്രവീൺ പുരകാസ്തയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമെന്ന് കോടതി നിരീക്ഷിച്ചു. ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുർഗായസ്തയെ ഉടൻ വിട്ടയക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. UAPAയ്ക്കൊപ്പം ക്രിമിനൽ ഗൂഢാലോചന, സമൂഹത്തിൽ സ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയായിരുന്നു അദ്ദേഹത്തെ 2023 ഒക്ടോബർ 3 ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി അന്താരാഷ്ട്ര വാർത്തകളുമായി കൃഷ്ണേന്ദു ചേരുന്നു. നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഇസ്രായേലിലേക്ക് $1 ബില്യൺ ആയുധങ്ങളും വെടിക്കോപ്പുകളും ബൈഡൻ ഭരണകൂടം നൽകുന്നു. 3500 ബോംബുകൾ, ടാങ്ക്, വെടിമരുന്ന്, സൈനിക വാഹനങ്ങൾ, മോർട്ടാർ റൗണ്ടുകൾ എന്നിവയുൾപ്പെടെ ഇസ്രായേലിനായി $1 ബില്യൺ പുതിയ ആയുധ ഇടപാടുകൾ ബൈഡൻ ഭരണകൂടം പരിഗണിക്കുന്നുണ്ടെന്ന് US ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആയുധ കൈമാറ്റം ഈ മാസം ആദ്യം നിർത്തിവെച്ചതിന് ശേഷം ഭരണകൂടം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ആയുധ കയറ്റുമതിയാണിത്. ഈ പാക്കേജിൽ ടാങ്ക്, വെടിയുണ്ടകൾക്കായി ഏകദേശം $700 മില്യൺ, വാഹനങ്ങൾക്ക് $500 മില്യൺ, മോർട്ടാർ റൗണ്ടുകൾക്ക് $60 മില്യൺ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആയുധങ്ങൾ എപ്പോൾ അയക്കുമെന്ന് സൂചനയില്ല. ഈ ആയുധ കൈമാറ്റം നിലവിൽ കോൺഗ്രസിന്റെ മുൻപിലുള്ള സൈനിക സഹായ ഇടപാടിന് പുറമെയാണ്. യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിലേക്കുള്ള ഏറ്റവും വലിയ കൈമാറ്റങ്ങളിൽ ഒന്നാണിത്. ഗാസയിൽ യുദ്ധത്തിൽ നിന്ന് 500,000-ലധികം ആളുകൾ പലായനം ചെയ്തതായി UN. ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ റഫയിലും വടക്കൻ ഗാസയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ 500,000-ലധികം പലസ്തീനുകൾ പലായനം ചെയ്യപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള റഫയിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 4,50,000 പലസ്തീനുകളെ പുറത്താക്കിയതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി അറിയിച്ചു. ഗസയിൽ യുദ്ധത്തിന്റെ നിഴലിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യദിനം. ഗസയിലെ യുദ്ധം കാരണം രാജ്യം വൈകാരികമായ ഒരു അനുസ്മരണ ദിനം അടയാളപ്പെടുത്തി. ഈ വർഷം ചെറുതും നിശബ്ദവുമായിട്ട് ഇസ്രായേൽ ചൊവ്വാഴ്ച സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുൻ വർഷങ്ങളിൽ എന്ന പോലെ രാജ്യത്തുടനീളമുള്ള പാർക്കുകളിൽ ബാർബിക്യൂ ഉപയോഗിച്ചാണ് ഇസ്രായേലികൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററികൾ, സോളാർ സെല്ലുകൾ എന്നിവയ്ക്ക് 100% നികുതിയുമായി US. ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബാറ്ററികൾക്കും സോളാർ സെല്ലുകൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾക്കും മറ്റ് സാധനങ്ങൾക്കും പുതിയ നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്കൻ വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കുന്ന ചൈനയെ പിടികൂടാൻ ഉദ്ദേശിച്ചാണ് പുതിയതായി അധിക നികുതി ചുമത്തിയിരിക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ടാരിഫുകൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2024 പ്രാബല്യത്തിൽ വരുന്നവയിൽ സോളാർ സെല്ലുകൾ, സിറിഞ്ചുകൾ, സൂചികൾ, സ്റ്റീൽ, അലുമിനിയം എന്നിവയും EVകളും EV ബാറ്ററികളും ഉൾപ്പെടുന്നു. ഇന്ത്യൻ UN ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട സംഭവം വിശദീകരണവുമായി ഐക്യരാഷ്ട്രസഭ. UN വാഹനം പ്രദേശത്തുകൂടി കടന്നു പോകുന്ന വിവരം മുൻകൂട്ടി ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചിരുന്നതായി ഐക്യരാഷ്ട്രസഭ വക്താവ് വ്യക്തമാക്കി. ഗസയിൽ സുരക്ഷിതമായ ഒരിടവുമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണിതെന്നും വക്താവ് ചൂണ്ടിക്കാട്ടുന്നു. റഫ മേഖലയിൽ നിന്ന് ഖാൻ യൂനസ് ഏരിയയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയാണ് UN ഉദ്യോഗസ്ഥരുടെ സംഘം ആക്രമണത്തിന് ഇരയായത്. ഐക്യരാഷ്ട്രസഭയുടെ വാഹനമായിരുന്നിട്ടും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ മുൻ ഇന്ത്യൻ സൈനികനും യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫുമായ വൈഭവ് അനിൽ ഖാലെ കൊല്ലപ്പെടുകയും മറ്റൊരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന മറ്റൊരു രാജ്യത്തെ ആദ്യ UN ഉദ്യോഗസ്ഥനാണ് വൈഭവ് അനിൽ. ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ തദ്ദേശീയരായ 190 UN അംഗങ്ങൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ദുഃഖം രേഖപ്പെടുത്തി. ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. നോക്കാം സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6700, പവന് 53,600. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5590, പവന് 44,720. വെള്ളി ഗ്രാമിന് 91 രൂപ, കിലോഗ്രാമിന് 91,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം.